പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റജബ് മാസത്തിലേറെ ശ്രേഷ്ഠമായൊരു സമയത്താണ് നാം അല്ലാഹുവിന്റെ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു തആല നമ്മെ ഏവരെയും അവൻ പൊരുത്തപ്പെടുന്ന അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിലെ 27ാമത്തെ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അത്യത്ഭുതകരമായൊരു സംഭവം നടന്ന ദിവസമാണ്. ആ വരാനിരിക്കുന്ന ദിവസം റജബ് 27 അഥവാ നാളെയാണ്. നാളെ ശനിയാഴ്ച നമ്മളെല്ലാവരും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ്. അല്ലാഹു തആല നമുക്ക് നോമ്പ് നൽകുവാനും അതുവഴി അല്ലാഹുവിലേക്ക് അടുക്കുവാനും അല്ലാഹു അവസരങ്ങൾ നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കേണ്ടവരാണ്. നമ്മുടെ വീട്ടിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് നോമ്പെടുപ്പിക്കേണ്ടതുമാണ്. ഈ നോമ്പിന് വലിയ പ്രതിഫലങ്ങൾ, വലിയ ശ്രേഷ്ഠതകളുണ്ട് എന്ന് മഹാന്മാർ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ചുരുക്കി ഇസ്രാ മിഅ്റാജിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യത്തോടുകൂടി നാം മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതും കേൾക്കുന്നതും പറയുന്നതും അല്ലാഹു നമ്മളിൽ നിന്നും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്നാണ് ഇസ്രാ മിഅ്റാജ് സംഭവം എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഹിറാ ഗുഹയുടെ ഉള്ളിൽ നിന്നും ദിവ്യബോധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം അവിടുത്തെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ, ഈ സത്യപ്രസ്ഥാനത്തിന്റെ പ്രബോധനം അവിടുന്ന് നിർവഹിച്ചപ്പോൾ ഒരുപാട് വൈതരണികളുടെയും പ്രതിസന്ധികളുടെയും വലിയ പ്രയാസ ഘട്ടങ്ങളിലൂടെയായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിന്റെ പ്രബോധനം നിർവഹിച്ചത്. ആ പ്രബോധന നൈരന്തര്യങ്ങൾക്കൊടുവിൽ 50ാമത്തെ വയസ്സ്, ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 50ാമത്തെ വയസ്സ് 49 വയസ്സും 6 മാസം പിന്നിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയാസകരമായ ഒരു വർഷമായിരുന്നു 50ാമത്തെ വർഷം. ആ വർഷത്തെ നബി സീറ എഴുതിയ മുഴുവൻ പണ്ഡിതന്മാരും എഴുതിയത്, രേഖപ്പെടുത്തിയത് ആമുൽ ഹുസ്ൻ അഥവാ ദുഃഖവർഷം എന്നായിരുന്നു. എന്താണ് ആ വർഷത്തെ ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ താങ്ങും തണലും ഒത്താശയും സന്തോഷ സന്താപ ഘട്ടങ്ങളിൽ മുഴുവൻ കൂടെ നിന്ന 2 മഹാവ്യക്തിത്വങ്ങൾ, 2 തണൽ മരങ്ങൾ വിട പറഞ്ഞ വർഷമാണ് നബി ജീവിതത്തിലെ ആമുൽ ഹുസ്ൻ എന്ന പേരിൽ അറിയപ്പെട്ട വർഷം. ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 8ാം വയസ്സ് മുതൽ 50ാം വയസ്സ് വരെയുള്ള മുഴുവൻ അനുഭവങ്ങളിലും പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുകയും ശത്രുക്കൾ അബൂ ത്വാലിബിന്റെ അരികിൽ വന്നുകൊണ്ട് നിങ്ങളുടെ അനുജന്റെ മകനെ ഒന്നുകിൽ ഞങ്ങൾക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അടക്കി നിർത്തുക എന്ന് പറഞ്ഞ സമയത്ത് ഒരിക്കലും വിസമ്മതത്തിന്റെ പ്രഖ്യാപനം നടത്തി അവരെ എല്ലാവരെയും തിരിച്ചയച്ചു മഹാനായ അബൂ ത്വാലിബ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പ. ഒരുപാട് ശത്രുക്കൾ ഈ അബൂ ത്വാലിബ് എന്ന് പറയുന്ന ഗോത്രത്തലവന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞപ്പോഴെല്ലാം അബൂ ത്വാലിബ് ഇതേ മറുപടി തന്നെയാണ് ആവർത്തിച്ചത്. വല്ലാഹി ലൻ യസിലൂ ഇലൈക ബിജംഇഹിം ഹത്താ വസ്സദ ഫിത്തുറാബി ദഫീനാ. ശത്രുക്കൾ അബൂ ത്വാലിബിന്റെ അരികിൽ വന്നുകൊണ്ട്
നിങ്ങളുടെ സഹോദരന്റെ മകനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞപ്പോ അബൂ ത്വാലിബ് എന്ന കുലീനനായ ഗോത്രത്തലവൻ മറുപടി പറഞ്ഞത് വല്ലാഹി ലയ്യസിലൂ ഇലൈക ബിജംഇഹിം. ഓ ഖുറൈശികളെ, എന്റെ സഹോദരന്റെ മകനായ മുഹമ്മദ് നിങ്ങൾക്ക് സ്പർശിക്കാൻ പോലും കഴിയുകയില്ല. ഞാൻ മറമാടപ്പെട്ട് മണ്ണിലേക്ക് ദഫൻ ചെയ്യപ്പെട്ട് കഴിയുന്നതുവരേക്കും എന്റെ സഹോദരപുത്രന് നിങ്ങൾക്ക് തൊടാൻ പോലും കഴിയുന്ന പ്രശ്നമില്ല എന്ന് അബൂ ത്വാലിബ് മറുപടി പറയുകയാണ്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ ഉപ്പ വിട പറഞ്ഞുപോയി. 6-ാം വയസ്സിൽ ഉമ്മ മരണപ്പെട്ടുപോയി. 8-ാം വയസ്സിൽ അവിടുത്തേക്ക് മുഹമ്മദ് എന്ന് പേര് വെച്ച അബ്ദുൽ മുത്തലിബ് മരണപ്പെട്ടുപോയി. ആ 8 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള ദീർഘമായ കാലയളവിൽ നബി തങ്ങൾക്കുള്ള എല്ലാ പിന്തുണയും നൽകിയത് അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബായിരുന്നു. ആ അബൂ ത്വാലിബിന്റെ അരികിൽ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഖുറൈശികൾ വന്നുകൊണ്ട് മഴയില്ല അബൂ ത്വാലിബേ, മഴയില്ല നേതാവേ, ഞങ്ങൾക്ക് മഴ വേണമെന്ന് പറഞ്ഞപ്പോ ഈ മുഹമ്മദ് എന്ന് പറയുന്ന കുഞ്ഞു ബാലനെ തവസ്സുൽ ചെയ്തുകൊണ്ട് അബൂ ത്വാലിബ് ദുആ ചെയ്യുന്നു. സുഭിക്ഷമായ മഴ ലഭിക്കുന്നു. അതാണ് അബൂ ത്വാലിബ് അവിടുന്ന് പാടിയത്. ഈ കുഞ്ഞിന്റെ മുഖം കാണുമ്പോഴേക്ക് മേഘങ്ങൾ ഇങ്ങനെ മഴയായി പെയ്യുന്നുണ്ട്. പാട്ടുപാടിയത് നബി തങ്ങളുടെ മൂത്താപ്പയായ അബൂ ത്വാലിബാണ്. ചുരുക്കി പറഞ്ഞാൽ സന്തോഷ സന്താപ ഘട്ടങ്ങളിലെല്ലാം നബി തങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകിയത് അബൂ ത്വാലിബാണ്. ആ അബൂ ത്വാലിബ് മരണപ്പെടുന്നു. ആ അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് ശേഷം 3 ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയും വിട പറയുന്നു. ലോക ചരിത്രത്തിൽ ഇതുപോലൊരു ദാമ്പത്യ വല്ലരികളില്ല. ഇതുപോലെ സ്നേഹത്തിന്റെ മനോഹരമായ മാതൃക സമ്മാനിച്ച ഒരു ഭാര്യ ഭർത്തൃ ബന്ധമില്ല. നബി തങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും ഖദീജ ഉമ്മ കൂടെയുണ്ട്. ഹിറായിന്റെ മലമടക്കുകളിൽ നിന്ന് ദിവ്യബോധനത്തിന്റെ സന്ദേശമേറ്റെടുത്തുകൊണ്ട് വീട്ടിലേക്ക് വന്ന സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ഓ ഖദീജ, എന്നെ ഒന്ന് പദപ്പെട്ട് മൂടൂ ഖദീജ. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി വന്ന് ആദ്യത്തെ ആ സമാഗമത്തിന്റെ ഉത്കണ്ഠ വിട്ടുമാറാത്ത മുത്തുനബി തങ്ങൾ എന്നെ പദപ്പെട്ട് മൂടൂ ഖദീജ എന്ന് പറഞ്ഞ സമയത്ത് വല്ലാഹി കല്ലാ അബ്ശിർ, ഓ നബിയേ, അങ്ങ് ഭയപ്പെടേണ്ടതില്ല, അങ്ങ് പേടിക്കേണ്ടതില്ല നബിയേ. ലാ യുഖ്സീക അല്ലാഹു അബദാ, അങ്ങേ അല്ലാഹു പരാജയപ്പെടുത്തൂല നബിയേ, അങ്ങേ അല്ലാഹു പരാജയപ്പെടുത്തൂല നബിയേ. ഇന്നക ലതക്സിബുൽ മഅദൂർ, അങ്ങ് നിരാശ്രരായി ആരുമില്ലാത്ത ഫഖീറുകളെ സഹായിക്കുന്ന ആളാണ്. ഇന്നക ലതസിറു റഹിമാൻ, കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. ഇന്നക തുഈനു അലാ നവാഇബിൽ ഹഖീ, പ്രളയക്കെടുതികൾ ഉണ്ടാകുന്ന സമയത്ത് ആളുകൾക്ക് സമാശ്വാസത്തിന്റെ വാക്കുകൾ നൽകുന്ന നേതാവാണ്. അങ്ങ് പരാജയപ്പെടൂല നബിയേ എന്ന് ഖദീജ ഉമ്മ പറയുകയാണ്. ആയിഷ ബീവി ഒരിക്കൽ ചോദിച്ചുവല്ലോ, ഓ നബിയേ,
എന്ത് പറഞ്ഞാലും അങ്ങയുടെ ഖദീജയെ കുറിച്ചാണല്ലോ അങ്ങേക്ക് പറയാനുള്ളത്. എങ്ങനെയായാലും അങ്ങയുടെ ഒന്നാമത്തെ ഭാര്യയായ ഖദീജ ഒരു കിളവിയാണല്ലോ നബിയേ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ എനിക്ക് ഖദീജയോടുള്ള സ്നേഹം എന്റെ അകക്കൽവിന്റെ അന്തരാളങ്ങളിലേക്ക് വന്നുപോയി ആയിഷ എന്ന് പറഞ്ഞ മുത്തുനബി തങ്ങളുടെ സഹധർമ്മിണിയായ ഖദീജ ഉമ്മ വിട പറയുമ്പോൾ ഈ ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്, ഈ സന്ദർഭത്തിലാണ്, സമയത്തിലാണ് പിറ്റേ വർഷത്തെ റജബ് മാസത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്താർക്കും നൽകാത്ത അത്യാദരവ് നൽകുന്നത്, ലോകത്താർക്കും നൽകാത്ത അത്യാനന്ദത്തിന്റെ സന്തോഷകരമായ ഒരു വിധാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നയിക്കുന്നത്. ഫഅതാഹു ജിബ്രീലുൽ അമീനു നബീമാ ഫയ്യാദൻ കഫാഹു ജാകരീമാ. ഉമ്മുഹാനിന്റെ വീട്ടിൽ അഥവാ അബൂ താലിബിന്റെ വീട്ടിൽ ഹറമിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വീടിന്റെ മുകളിൽ ഇങ്ങനെ വിള്ളുകയാണ്. ജിബ്രീൽ വന്നുകൊണ്ട് നബി തങ്ങളുടെ ഹൃദയത്തെ ഒന്നുകൂടി ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പവിത്രമായ യാത്ര ഒരുങ്ങുകയാണ് മുഅ്മിനീങ്ങളെ. അതിനു മുമ്പായി ഹൃദയത്തെ ഒന്നുകൂടി ശുദ്ധീകരിക്കുകയാണ്. നബി തങ്ങളുടെ ഖൽബിലേക്ക് ഈമാനും ഹിക്മത്തും ഒന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്നുകൂടി തയ്യാറെടുപ്പ് നടത്തുകയാണ്. കാരണം ഇത് കേവലം ഒരു യാത്രയല്ല, ഇത് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്ര മാത്രമല്ല, അവിടുന്ന് ഖാലിഖായ റബ്ബിന്റെ കാണുന്ന പരമാനന്ദത്തിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ഓരോ റജബും വരുമ്പോൾ ഈ റജബ് മാസം എന്ന് പറയുന്നത് നമ്മൾ അല്ലാഹുവിലേക്ക് അടുക്കേണ്ട മാസമാണ്. തെറ്റുപറ്റിപ്പോൾ നമ്മൾ ഓരോരുത്തരും റബ്ബിലേക്ക് അടുക്കേണ്ട മാസമാണ്. ഖുർആൻ പറഞ്ഞത് എത്ര ആദരവോടുകൂടിയാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ പവിത്രാങ്കണത്തിൽ നിന്ന് ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ, അങ്ങകലെ കിടക്കുന്ന മസ്ജിദുൽ അഖ്സയിലേക്ക് യാത്രയാണം ചെയ്യിപ്പിച്ച ഒരു നാല് എത്ര പരിശുദ്ധവാനാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയെ രാത്രിയിൽ നിന്ന് ഒരൽപ്പ സമയമെടുത്തുകൊണ്ടാണ് ഈ രാപ്രയാണം ചെയ്യിപ്പിച്ചത്. അസ്റാ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രാപ്രയാണം ചെയ്യിപ്പിച്ചു എന്നാണ്. പിന്നെ എന്തിനാണ് ലൈലൻ എന്നവിടെ വേറെ പറഞ്ഞത്? മഹാന്മാരായ മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നു, അത് തഖ്ലീലു മുഖ്തത്തിൽ ഇസ്റാഇ വൽ മിഅ്റാജ്. ഫഖറുദ്ദീനുർ റാസി പറയുകയാണ്, മഹാന്മാരെ വിശദീകരിക്കുകയാണ് ലൈലൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം രാത്രിയിൽ നിന്നുള്ള ഒരൽപ്പ സമയത്തിന്റെ ഉള്ളിലാണ് ഈ മഹായാത്ര നടന്നത്. ഇപ്പോൾ ഹൈപ്പർലൂപ്പിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്ന ലോകം, വേഗതയുടെ പുതിയ സാധ്യതകൾ, പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പുതിയ ലോകക്രമത്തോടും നമുക്ക് പറയാം, ഈ ലോക നേതാവ് അല്ലാഹുവിൽ നിന്നുള്ള നബിയാണ്. ഇത് അന്ത്യപ്രവാചകനാണെന്നതിന്റെ സാക്ഷ്യമാണ് മിഅ്റാജ്. അതുകൊണ്ട് മുഅ്മിനുകളെ, നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിക്കേണ്ട സമയമാണ്. ആ ഇസ്റാ യാത്ര എന്ന് പറയുന്നത്, മിഅ്റാജ് യാത്ര എന്ന് പറയുന്നത് ദീർഘമായി പറയേണ്ട ഒട്ടനവധി സംഭവങ്ങളുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ആ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, ഇത് തന്നെയാണ് ബൂസൂരി ഇമാം പറഞ്ഞത്, സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ താജിൻ മിനൽ ളുലബി
കവിത എഴുതിയവർ മുഴുവനും എഴുതിപ്പോയി. എത്ര ഇമാമിങ്ങളാണ് കിതാബുകൾ എഴുതിപ്പോയത്. അവരെല്ലാവരും പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ആദരവാണ് ഇസ്റാ മിഅ്റാജ് യാത്ര. ലോകത്തൊരു പുരുഷനും ഇതുപോലെ നൽകിയിട്ടില്ല. അങ്ങ് ഇസ്റാഇന്റെ യാത്ര എന്ന് പറയുന്നത് അതിന് 4 ഘട്ടങ്ങളുണ്ട്. മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കുള്ള യാത്രയാണ് ഇസ്റാ. ആ ഇസ്റാഇന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനായ മസ്ജിദുൽ അഖ്സയുടെ അരികിലെത്തുന്നതിന് മുമ്പ് 3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയിട്ടുണ്ട്. അതിലൊന്നാമതായി ഇറങ്ങിയത് മദീനയാണ്. നബിയെ അങ്ങേക്ക് അടുത്ത വർഷം ഇവിടേക്ക് വരാനുണ്ട്. രണ്ടാമതായി തൂർ സീനയാണ്. മൂന്നാമതായി മദീന എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെയൊക്കെ വിശാലമായ ചരിത്രങ്ങൾ ഈ സ്ഥലങ്ങളുടെ പേരിൽ ഖുർആനിലുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കടന്ന് പരാമർശിക്കുന്നില്ല. നാലാമതായിട്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നത്. നമ്മൾ വലിയ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മുടെ പരിസരത്തുള്ള മഖാമുകളും സ്ഥലങ്ങളും ചെയ്യാറില്ലേ? അതെന്തിനാണ്? അത് കാണിച്ചു തന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ എത്തിയ സമയത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ഒരാഗോള സമ്മേളനം നടക്കുകയാണ്. ആ ആഗോള സമ്മേളനത്തിന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ആരെയാണ്? എല്ലാ നബിമാരും എല്ലാ മഹാന്മാരും മഅ്മൂമീങ്ങളായി നിന്ന് അവരുടെ ഇമാമായി നിർത്തിയത് ലോകത്തിന്റെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇമാമത്ത് നിർത്തിയത്. നേരത്തെ നമ്മൾ പറഞ്ഞ ആ സങ്കടങ്ങളൊക്കെ പമ്പ കടന്ന് ആ സങ്കടങ്ങളൊക്കെ മാറി ജീവിതങ്ങളുടെ ജീവിതത്തിന്റെ അത്യുദാത്തമായ ദൗത്യ നിർവഹണങ്ങളിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം പുതുക്കി പണിയേണ്ട ചിന്തകൾ തുടങ്ങേണ്ട മാസമാണ് റജബ്. ഉസ്താദ് ഇമാം എന്നപ്പോൾ ദുആ ചെയ്തില്ലയോ? ഖതീബ് അവർ മിമ്പറിൽ നിന്ന് ദുആ ചെയ്തില്ലയോ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബറക്കത്ത് നൽകണമേ. എവിടെയാണ് ആർക്കാണ് ബറക്കത്തുള്ളത്? റജബ് എന്ന് പറയുന്നത് ശഹ്റുത് തൗബ. തെറ്റുപറ്റിപ്പോയ മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, ആത്മാർത്ഥമായി റബ്ബിലേക്ക് മനസ്സ് തിരിച്ചുകൊണ്ട് നമ്മുടെ റബ്ബ് അർഹമുറഹീമായ റബ്ബാണ്, അക്രമു കരീമായ റബ്ബാണ്. റബ്ബിനെ തൗബ ചെയ്യുന്നവരുടെ മനസ്സിന് വല്ലാത്ത ഇഷ്ടമാണ്. അതുകൊണ്ട് അവന്റെ ഇഷ്ടം സമ്പാദിക്കാൻ സാധുക്കളായ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ്. റജബ് മാസത്തിൽ ഇസ്റായിൽ നിന്ന് നബി തങ്ങളുടെ മിഅ്റാജുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദാംശങ്ങൾ പറയാനുണ്ട്, പറയുന്നില്ല. ആ മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1-ാം ആകാശം, 2-ാം ആകാശം, 3-ഉം 4-ഉം 5-ഉം 6-ഉം 7-ഉം കഴിഞ്ഞ് അവിടെ ഓരോ നബിമാരും നബിതങ്ങളെ ട്രീറ്റ് ചെയ്യാൻ, വെൽക്കം ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അത് ഉപചാരപരമായ സ്വീകരണം മാത്രമല്ല, അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഓരോ നബിമാരുടെയും സംഭാഷണ ശകലങ്ങൾ പിന്നീടുള്ള നബിതങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് അടയാളപ്പെടുത്തിയതെന്ന് ചരിത്രം വായിക്കുമ്പോൾ, സീറ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് അഞ്ച് വക്ത നിസ്കാരം എന്ന് പറയുന്നത്. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നബി തങ്ങൾക്ക് അല്ലാഹു നൽകിയ സമ്മാനത്തിന്റെ പേര് മിഅ്റാജായിരുന്നുവെങ്കിൽ മുഅ്മിനീങ്ങളായ നമുക്ക് നൽകിയ മിഅ്റാജ് എന്താണ്? അത് അല്ലാഹു നമുക്ക് നൽകിയ 5 വക്ത നിസ്കാരമാണ്. അത് നോമ്പ്
സക്കാത്ത് പോലെയല്ല, ഹജ്ജ് പോലെയല്ല, മറ്റ് കർമ്മങ്ങൾ പോലെയല്ല. നമ്മുടെ അടിസ്ഥാനമാണത്. നമ്മുടെ അടിസ്ഥാനപരമായ ഒരു മുഅ്മിനാണോ എന്ന് നിർണയിക്കുന്ന ഘടകമാണ് നിസ്കാരം. അതുകൊണ്ട് 5 വക്ത് നിസ്കാരം അതിന്റെ മുറ പോലെ നിർവഹിക്കണം. അതിൽ വലിയ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് വരികയാണ്. നിസ്കാരം 5 വക്ത് ജമാഅത്തായി നിർവഹിച്ചു നോക്കൂ. സുബഹി നിസ്കാരം നമ്മുടെ പരിസരത്തുള്ള പള്ളിയിൽ പോലും നിസ്കരിച്ചു നോക്കൂ. എന്നിട്ട് റബ്ബിലേക്കൊന്ന് കൈയുയർത്തുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന്റെ ബറക്കത്തിലേക്ക് നമ്മുടെ ജീവിതം എങ്ങനെ മാറുന്നത് കാണാം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനുറഹീമായ ഖാലിഖായ അളീമായ ഉടമസ്ഥനായ രക്ഷിതാവായ അല്ലാഹ്, ഞങ്ങളെ നീ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങൾ ഇത്രയും നേരം പറഞ്ഞത് നീ സ്വീകരിക്കണം അല്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ശരിയായ മഹബ്ബത്തുള്ളവരായി ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ്. പരിശുദ്ധമായ റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകി ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. റമദാനിൽ ഒരുപാട് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. കഴിഞ്ഞ റമദാനിലുള്ള പലരും ഞങ്ങളോട് കൂടെയില്ല. ഞങ്ങൾ അടുത്ത റമദാനിൽ ഉണ്ടാകുമോ എന്നൊരു നിശ്ചയോ ഇല്ല. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. പടച്ചവനെ, നിന്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഞങ്ങളുടെ കൽബ് നീ നന്നാക്കി തരണം അല്ലാഹ്. സ്വഭാവം നീ നന്നാക്കി തരണം അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ ഖുറാത്തുകളിൽ നിന്നും മോശപ്പെട്ട പ്രവണതകളിൽ നിന്നും ഞങ്ങളെ നീ അകറ്റി നിന്നിലേക്ക് തഖറബ് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ നീ അടുപ്പിക്കണേ അല്ലാഹ്. ഇൽമ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാഹ്. ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന, ഇതിന്റെ ആദ്യഘട്ടം മുതൽ സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ ബറക്കത്ത് നൽകണം അല്ലാഹ്. നാളത്തെ റജബിന്റെ നോമ്പ് നല്ല റാഹത്തോടു കൂടി നോറ്റ് അല്ലാഹുവേ, ഒരുപാട് സ്വാലിഹായ സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. اللهم بارك لنا في رجب وشعبان وبلغنا رمضان وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين.